നമസ്കാരം. കഴിഞ്ഞ ദിവസം മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരുന്നത്. മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലൂടെയെല്ലാം തന്നെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള, മനസ്സിലിടം നേടിയ EA രാജേന്ദ്രന്റെ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസം മലയാളികൾ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. സിനിമാ ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ്, നാടകരംഗത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ് EA രാജേന്ദ്രൻ. കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 71 വയസ്സിലാണ് നടനും സംവിധായകനുമെല്ലാമായ EA രാജേന്ദ്രന്റെ മരണം സംഭവിക്കുന്നത്. അസുഖബാധിതനായി ഏറെ നാളായി കിടപ്പിലായിരുന്നു EA രാജേന്ദ്രൻ. തൃശൂരിൽ ജനിച്ച EA രാജേന്ദ്രൻ നാടകരംഗത്ത് ഉൾപ്പെടെ സജീവമായിരുന്നു. നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. കൂടാതെ 60ഓളം സിനിമകളിൽ സ്വഭാവ നടനായും വില്ലൻ കഥാപാത്രങ്ങളായും വേഷമിട്ടു. നാടകത്തിനും സിനിമയ്ക്കും പുറമെ ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. നിരവധി നാടകങ്ങൾ EA രാജേന്ദ്രൻ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കളിയാട്ടം, പ്രണയവർണ്ണങ്ങൾ, പട്ടാഭിഷേകം, തച്ചിലയെടുത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സിനിമകളാണ്. EA രാജേന്ദ്രന്റെ മുൻപുള്ള അഭിമുഖങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള രംഗമാണ് സിനിമയെന്നും, എന്നാൽ ദൈവസഹായത്താൽ ഒരു കുഴപ്പത്തിലും ഇതുവരെ ചെന്ന് പെട്ടിട്ടില്ലെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സർവശക്തനോട് നന്ദി പറയുന്നു. എത്രയോ വർഷമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. അതിന്റെ പാരിതോഷികമാണ് ജനങ്ങൾ നൽകുന്ന സ്നേഹം. 40 വർഷമായി സിനിമയിലെത്തിയിട്ട് ഇപ്പോഴും നമ്മളെ പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതിന്റെ ക്രെഡിറ്റ് ഡയറക്ടർമാർക്കാണ്. പണ്ട് സിനിമ മാത്രമായിരുന്നു ഒരു വിനോദോപാധി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മറ്റു പലതുമുണ്ട്. സിനിമയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നടിയും നടൻ മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യ രാജേന്ദ്രനാണ് രാജേന്ദ്രന്റെ ഭാര്യ. പ്രണയവിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ EA രാജേന്ദ്രനും ഭാര്യ സന്ധ്യയും പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു. പ്രണയകാലത്ത് കത്തയക്കുക, സംസാരിക്കുക എന്നതൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്ന് ചേർന്നു. ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ് ചേട്ടന്റെ കൂടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതാണ്. അങ്ങനെ ചേട്ടൻ വന്നു. ഗ്രീഷ്മം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നായകനായി അഭിനയിച്ച് ഗ്ലാമറായി നിൽക്കുന്ന സമയമാണ്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഗൗനിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായാണ് പരിചയപ്പെടുത്തിയപ്പോൾ ഒരാൾ അവജ്ഞയോടെ പെരുമാറുന്നത്. അഹങ്കാരി, സിനിമ നടനായതുകൊണ്ടാണോ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പെരുമാറിയതെന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. ഇതെൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു. നിങ്ങളെപ്പോലൊരാൾ അഭിനയം പഠിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി ഒരു കത്ത്. അവസാനം NB, എന്നിട്ട് നിങ്ങൾ കാണാൻ സുന്ദരിയാണെന്നും. ഞാനതിന് മറുപടി അയച്ചില്ല. 3 വർഷം ഞാൻ അവിടെ പഠിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ വരികയോ എന്നെ കാണുകയോ ചെയ്തിട്ടില്ല. ഡിഗ്രി പൂർത്തിയാക്കി വീട്ടിൽ വന്നപ്പോൾ കല്യാണാലോചനകൾ വന്നു. റഷ്യയിൽ പോയി നാടകം കൂടുതൽ പഠിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. 5 വർഷമാണ് കോഴ്സ്. അന്നതൊരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. കല്യാണപ്രായമായി. മറ്റൊരു ആലോചന വന്നപ്പോൾ ഞാൻ ഈ കത്തിനെക്കുറിച്ച് ഓർത്തു. മറുപടി അയച്ചു. നിങ്ങൾ കരുതിയതുപോലെ ഞാൻ സിനിമയിലേക്കോ നാടകത്തിലേക്കോ വരുന്നില്ല. വിവാഹാലോചന വരുന്നുണ്ട്. ചിലപ്പോൾ കലാപ്രവർത്തനം നിന്ന് പോകും എന്ന് പറഞ്ഞായിരുന്നു കത്ത്. പിന്നെ ഒരു കോൾ വന്നു. അങ്ങനെ പ്രണയത്തിലായെന്ന് സന്ധ്യ രാജേന്ദ്രൻ ഓർത്തു. അതേസമയം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് അസുഖമുള്ളതായിട്ടുള്ള വാർത്തകളെല്ലാം വലിയ രീതിയിലുള്ള വേദനകൾ സമ്മാനിക്കുന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ രൂപത്തിലുണ്ടായ മാറ്റമാണ് പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. അദ്ദേഹത്തിന് എന്തോ വലിയ രോഗമാണ്, അമ്മയിൽ നിന്ന് പെൻഷൻ വാങ്ങാൻ വന്നു എന്നുള്ള രീതിയിലെല്ലാം തന്നെ അവസാന കാലത്ത് വാർത്തകൾ വന്നിരുന്നു. ഇത് അദ്ദേഹത്തെയും ഭാര്യ സന്ധ്യയെയും ഒരുപാട് ബാധിച്ചു എന്ന് അവർ തന്നെ പറയുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം നേരത്തെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. അമ്മയിൽ പെൻഷൻ വാങ്ങാൻ എത്തിയതാണെന്നുള്ള പരിഹാസ കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. രാജേന്ദ്രന്റെ ഭാര്യയും നടിയുമായ സന്ധ്യ ഒരു റീൽ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് മറുപടിയായി നൽകുകയും ചെയ്തു. ആ കമന്റ് ഇടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അഭിമുഖത്തിൽ സന്ധ്യ വിശദീകരിക്കുകയും ചെയ്തു. പ്രായം വരുമ്പോൾ നമുക്ക് കുറേ മാറ്റം ഉണ്ടാകാറുണ്ട്. ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ച് അധികം ഭാരം കൂടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ചേട്ടൻ. കുറേ നാളായി ഡയറ്റ് നിയന്ത്രിക്കുന്നുണ്ട്. അഭിനയമാണല്ലോ പ്രൊഫഷൻ. കുടിക്കുന്ന വെള്ളത്തിന് പോലും അളവുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ഇത്രയും ആളുകൾ വിവരങ്ങൾ തിരക്കിയപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ ചില ആളുകളുണ്ട്, വലിയ അസുഖമാണ് അല്ലെങ്കിൽ മറ്റു അസുഖമാണ് എന്നൊക്കെ ആധികാരികമായി പറയുന്നവർ. അതിലൊരാൾക്ക് ഞാൻ മറുപടി കൊടുത്തു. ഇന്ന രോഗമാണ്, ഈ ചികിത്സയാണ് അയാൾ ചെയ്യുന്നതെന്നൊക്കെയുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പേർ അത് സത്യമാണെന്ന് വിചാരിച്ചു. അതെന്നെ വേദനിപ്പിച്ചു. ആദ്യം എടാ എന്ന് എഴുതണമെന്ന് വിചാരിച്ചു. നിനക്ക് ഇതെങ്ങനെ ഇത്ര ആധികാരികമായി എഴുതാൻ സാധിച്ചു? ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് ഭയങ്കര തെറ്റാണ്. കുറഞ്ഞത് എന്ത് പറ്റി എന്നത് അന്വേഷിക്കുക. നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കമന്റുകൾ വന്നില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് കമന്റ് ഇട്ടത്, സന്ധ്യ പറഞ്ഞു.